അനുഭവിച്ച അന്നത്തെ നമ്മുടെ പരിഷ്കർത്താക്കൾക്കോ നവോത്ഥാന നായകന്മാർക്കോ ഉണ്ടായിട്ടില്ല. നമുക്ക് നിങ്ങൾ ഇത് വിചിന്തനമാണ്. ആ വിചിന്തനത്തിൽ വന്നൊരു പരസ്യം, എന്താ പരസ്യം എന്നറിയോ? പണ്ട് രണ്ടു കൊല്ലം മുമ്പ് കോഴിക്കോട് വെച്ച് നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചു, നമ്മുടെ ആദർശ പ്രചാരണ ഉദ്ഘാടനം. അതിനുശേഷം അവരും ഒന്നുകൂടി CD ടവറുകാര് അതിന്റെ റിപ്പോർട്ട് കൊടുത്ത വിചിന്തനത്തില് എന്താ റിപ്പോർട്ട് കേട്ടോളൂ. ജിന്നുബാധ ഉൾപ്പെടെ കേരളീയ സമൂഹം പുറംതള്ളിയ വികലവാദങ്ങളെ മുസ്ലിം സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കടപ്പുറത്ത് ഒത്തുകൂടിയ ജനലക്ഷങ്ങൾ ആവർത്തിച്ചു. എന്താ പറഞ്ഞത്? ജിന്നുബാധ പോലെയുള്ള വികലവാദങ്ങൾ. ഇത് അല്ലാഹു തആല പറഞ്ഞതാ. പലിശ തിന്നുന്നവൻ അവൻ പരലോകത്ത് ഖിയാമത്ത് നാൾ എണീറ്റ് വരെ എങ്ങനെയാണ്? ലാ യഖൂമു കമാ യഖൂമുല്ലദി ഇല്ലാ കമാ യഖൂമുല്ലദി യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പിശാച് ബാധ ഏറ്റവൻ എഴുന്നേൽക്കുന്നത് പോലെയാണ് പലിശ തിന്നിരുന്നവൻ ഖിയാമത്ത് നാൾ എണീറ്റ് വരിക. ഖുർആൻ പറഞ്ഞതാ. എത്രയെത്ര ഹദീസുകളുണ്ട്, എത്രയെത്ര സ്വഹാബത്തിന്റെ വിഷയങ്ങൾ ഈ വിഷയത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പറയാ, ജിന്നുബാധ പോലെയുള്ള വികലവാദങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞ ഹദീസിലും ആയത്തിലും ഉള്ളത് ഞങ്ങൾ വിശ്വസിക്കൂല. ഞങ്ങൾ യുക്തിവാദികളായി നടക്കും, ഞങ്ങൾ ഹദീസ് നിഷേധികളായി നടക്കും, ഞങ്ങൾ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കൂ എന്നിടത്തേക്ക് ഇവരെത്തി. ആരെ പോലെ മർക്കസുദ്ധാവക്കാരെ. പിന്നെ എന്തിനാ ഞങ്ങൾ രണ്ടും വേറെയായി നിൽക്കുന്നത്? രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. അവസാനിച്ചില്ല, നമ്മുടെ സമ്മേളനത്തിന് ഒരു സോവനീർ ഇറങ്ങി. ആ സോവനീറില് ഞാനും മുജാഹിദായി എന്ന് പറഞ്ഞുകൊണ്ട് പി മൊയ്തു ഹാജിയുടെ ലേഖനം കാണാം. ആ ലേഖനത്തിന്റെ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത് എന്താണ്? അതിന് അവസാന ഭാഗത്ത് കാണാം, സന്ധ്യ കഴിഞ്ഞ് ഇരുട്ട് തുടങ്ങിയാൽ ജിന്നുകളുടെ വരവായി എന്ന് മറ്റൊരു മൗലവി തട്ടിവിട്ടു. വൈകുന്നേരമാകുമ്പോ പിശാചുക്കൾ വ്യാപിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ആ ഹദീസിനെ എതിർക്കാൻ, നിഷേധിക്കാൻ വേണ്ടി ഒരു ലേഖനത്തിന്റെ പ്രസക്തമായ ഭാഗം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക എന്താണെന്നറിയോ? ഒരു ലേഖനത്തിൽ വന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ കൊടുത്തു. എന്താണ് ഇരുട്ടുകൾ തുടങ്ങിയാൽ ജിന്നുകളുടെ വരവായി എന്ന് മറ്റൊരു മൗലവി തട്ടിവിട്ടു. മൗലവി തട്ടിവിട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇവർക്കതിൽ വിശ്വാസമില്ല എന്നല്ലേ? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? ഈ ലേഖനം മൊത്തം ഇങ്ങനെ പരിശോധിച്ചു നോക്കി. കാരണം ലേഖനത്തിലുള്ള ഭാഗമാണല്ലോ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ലേഖനം പരിശോധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉദ്ധരണ ലേഖനത്തിനില്ല. സന്ധ്യയായി കഴിഞ്ഞാൽ ജിന്നുകളുടെ വരവായി എന്ന് മറ്റൊരു മൗലവി തട്ടിവിട്ടു എന്നുള്ള പദപ്രയോഗം ഈ ലേഖനം മുഴുവൻ പരിശോധിച്ചിട്ടും കാണാനില്ല. അപ്പൊ എന്തായാലും അർത്ഥം, ഇവിടെ ഏതോ ഒരു പൈശാചികമായ കരം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതാണ് പൈശാചികമായ കരം എന്നറിയോ? ഇതിന്റെ പിന്നിൽ വിചിന്തനം നിയന്ത്രിക്കുന്ന പൈശാചിക കരം ഏതാണോ അതേ പൈശാചിക കരമാണ് അന്ന് സോവനീറും കൈകാര്യം ചെയ്തിരുന്നത്. വേറെ കരം കൂടി അതിന്റെ പിന്നിലുണ്ടായിരുന്നു, കണ്ണൂർത്തെ പുജാപ്പള. അപ്പൊ എന്നതിന്റെ അർത്ഥം, ഇന്ന് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ KNM-നെ നയിച്ചുകൊണ്ടിരിക്കുന്ന, അതിന് തലപ്പത്തിരിക്കുന്ന ആളുകളിലെല്ലാം യുക്തിവാദമാണുള്ളത്, അവരിലെല്ലാം അക്രാനിയത്താണുള്ളത്. സലഫിയത്തുമായി ലവലേശം പോലും ബന്ധം അവർക്കില്ല. അതിന് ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടി. ഇതാ അമാനി മൗലവി എഴുതിയ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തില് അതിന്റെ 37ാമത്തെ പേജിൽ ഹദീസ് കാണാം. അതിന്റെ അർത്ഥം കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൈകുന്നേരമായാൽ പാത്രങ്ങൾ മൂടിവെക്കുക, വെള്ളത്തൊട്ടികൾ കെട്ടി അടച്ചു വെക്കുക, വാതിലുകൾ അടക്കുകയും ചെയ്യുക. സന്ധ്യാസമയത്ത് ശിശുക്കളെ പുറത്തു വിടരുത്, കാരണം ആ നേരത്ത് ജിന്നുകൾക്ക് ഒരു വിഹാരവും റാഞ്ചലും ഉണ്ട്. ഇത് ഹദീസിൽ വന്നതാ. അത് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു സമൂഹത്തെ. അപ്പൊ പറയാം, അന്ധവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുന്നു. വൈകുന്നേരമായ ജിന്നുകൾ വരുന്നു, മൗലവി തട്ടുവിട്ടു. അമാനി മൗലവിനെയാണ് ചീത്ത പറയുന്നത്. ഏതിലൂടെ? അമാനി മൗലവി വളർത്തിയെടുത്ത ആ പ്രസ്ഥാനം. ആ അമാനി മൗലവിയുടെ അനുയായികള് അവര് അമാനി മൗലവിയെ ചീത്ത പറയുന്ന പേരക്കുട്ടിക്ക് അന്ന് മനസ്സിലായി കൂടെ? പേരക്കുട്ടിക്ക് ആ ബുക്കൊന്ന് വായിച്ചു നോക്കിക്കൂടെ? ഇങ്ങനെ അമാനി മൗലവി വല്യാപ്പവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന്. ഇത് സ്വഹീഹായ ഹദീസുകൾ വന്ന, ഒരുപാട് വ്യത്യസ്തമായ റിവായത്തുകൾ വന്ന വിഷയങ്ങളാണ്. അപ്പോ ഹദീസുകൾ ഉണ്ടോ ഇല്ലേ അതൊന്നുമല്ല പ്രശ്നം. നമ്മുടെ ബുദ്ധിക്ക് യോജിക്കൂല, നമ്മളെ സ്വീകരിക്കൂല. ഞാൻ ആദ്യം പറഞ്ഞത്, ഹദീസ് നിഷേധത്തെ ഒരു ഫാഷനായിട്ട് ചില ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കാരണം ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണല്ലോ, പെട്ടെന്ന് ആളുകൾ അംഗീകരിക്കില്ല. അപ്പൊ അതിനൊക്കെ എതിർത്ത് സംസാരിച്ച് ഇവന് ആധുനിക യുഗത്തിലേക്ക് പറ്റിയ ഒരാളാണ്, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സംഘടന നേതാവാക്കാൻ പറ്റിയ ആളാണ് എന്ന നിലക്ക് ഒരു തരം യുക്തിവാദ ചിന്തകളിലേക്ക് ആധുനിക സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ പതിപ്പാണ് നേരത്തെ ഇവിടെ സുഹൃത്ത് നബീൽക്ക സൂചിപ്പിച്ചത്. എന്താ? അൽമനാറിൽ കഴിഞ്ഞ മാസം ഒരു ലേഖനം വന്നു. നമ്മളൊക്കെ അത്ഭുതപ്പെടേണ്ട വിഷയമല്ല, കരഞ്ഞു പോകേണ്ട വിഷയമാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തെ സംബന്ധിച്ച്
വിയർപ്പിനെ സംബന്ധിച്ച്, പ്രവാചകന്റെ മുടിയെ സംബന്ധിച്ച് ഓരോ കാര്യങ്ങളും അത് ബറക്കത്തുള്ളതാണെന്ന് ഹദീസിൽ കാണാം. സ്വഹാബി വനിതകള് പ്രവാചകന്റെ ആ വിയർപ്പ് ശേഖരിച്ചതിനെ കുറിച്ച് ഹദീസിൽ കാണാം. പ്രവാചകന്റെ മുടി സൂക്ഷിച്ചതിനെ കുറിച്ച് കാണാം. ഇന്നുള്ളത് കള്ളമുടിയാണ്, അത് വേറെ വിഷയം, അത് വേറെ വിഷയം. ഇന്നത്തെ മുടിയും കള്ളമുടിയാണ്, അത് കൊണ്ടുവരുന്നവരും കള്ളന്മാരാണ്. അതുള്ളതുപോലെ പറയും. പ്രവാചകന്റെ തിരുശേഷിപ്പൊന്നും ഇല്ല. പക്ഷേ അതിന് ബോഡി വേസ്റ്റ് എന്ന പദപ്രയോഗം നടത്തിയത് പണ്ട് പിണറായി വിജയനാണ്, പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരാ. അതിലേക്ക് നമ്മൾ അൽമനാറുകാർ എത്തിയിട്ടുണ്ട് എങ്കിൽ ആലോചിക്കുക, നമ്മൾ എങ്ങോട്ട് പോകുന്നു, എങ്ങോട്ട് ഈ മുസ്ലിം സമൂഹത്തെ കൊണ്ടുപോകുന്നു. എന്താ പറഞ്ഞത്? ഇനി അങ്ങനെ വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ തന്നെ അതിൽ ബർക്കത്തോ ഒന്നുമില്ല. അതിങ്ങനെ അലിമദൻ ഇങ്ങനെ പ്രസംഗിച്ചടക്കുന്ന കാര്യമാണ്. ബർക്കത്തില്ല ബർക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് സലാസുലൈം എഴുതി കൊടുത്തതാണ്. അതേ വർത്തമാനം അൽമനാറിലൂടെ വന്നു എങ്കിൽ അതാ പറഞ്ഞ രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. സഹോദരന്മാരെ, ഇവിടെ മൊത്തത്തിൽ ജമാഅത്തുകാരനായാലും CD ടവറുകാരനായാലും മർക്കസുത്താവക്കാരനായാലും ചേകനൂരിയായാലും ഹദീസുകളെ നിഷേധിക്കുന്ന ഒരു പ്രവണതയിലേക്ക് ഓരോരുത്തർക്കും അവരുടേതായ കാരണങ്ങളാണ്. പൊതുസമൂഹത്തെ കയ്യിലെടുക്കണമെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾക്ക് നിഷേധിക്കേണ്ടിയും വരും. കാരണം ജനങ്ങളുടെ തൃപ്തിയാണല്ലോ വലുത്, ആളെക്കൂട്ടലാണല്ലോ വലുത്. അതിനേക്കാളെല്ലാം അപ്പുറം പരലോകം ഒരു സത്യമാണ്, മരണാനന്തര ജീവിതം ഒരു സത്യമാണ്. ഞാനിവിടെ എന്റേതായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വല്ലതിനെയും നിഷേധിച്ചാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളായും ഇസ്ലാമിന്റെ നിയമങ്ങളായും ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുമായി കൊണ്ടും പ്രവാചകൻ പഠിപ്പിച്ച വിശ്വാസങ്ങളെയാണ് എതിർക്കുന്നത് എന്നുള്ള ആ ഗൗരവമേറിയ ചിന്ത നമ്മിൽ ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ, സത്യത്തോടൊപ്പം നിൽക്കാൻ, സത്യത്തിന്റെ വക്താക്കളോടൊപ്പം അണിചേരുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, നമ്മുടെ ചർച്ചയിലേക്ക് കടക്കുകയാണ്. സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ആളുകൾക്ക് മുന്നിലേക്ക് കടന്നു വരാം. ഒന്നാമതായി നമ്മളിവിടെ ചർച്ചക്കെടുക്കുന്ന വിഷയം സ്വഹീഹുൽ ബുഖാരിയുടെ പ്രാമാണികതയെക്കുറിച്ച്. തങ്ങൾക്കിഷ്ടപ്പെടാത്ത ഹദീസുകളെ നിഷേധിക്കുവാനും തള്ളുവാനും സാധാരണഗതിയിൽ തൽപരകക്ഷികൾ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി സ്വഹീഹുൽ ബുഖാരിയുടെ പ്രാമാണികതയെ വില കുറച്ച് കാണിക്കുകയും അതിലൊരുപാട് തെറ്റായ വൈഫായ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യലാണ്. യഥാർത്ഥത്തിൽ എന്താണ് മുസ്ലിം ലോകത്ത് സ്വഹീഹുൽ ബുഖാരിക്കുള്ള സ്ഥാനം? ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കന്മാർ, ഇത് സംഘടിതമായി പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള മഹാനായ KM മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ NV അബ്ദുസ്സലാം മൗലവി മുതൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവി തുടങ്ങി മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെ സ്വഹീഹിനോട് വെച്ച് പുലർത്തിയിട്ടുള്ള സമീപനങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്നിങ്ങനെയാണ് ചേകനൂർ മൗലവിയും CN അഹമ്മദ് മൗലവിയും ബുഖാരിയിലെ ഹദീസുകളെ നിഷേധിച്ചപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻകാല നേതാക്കൾ പ്രതികരിച്ചത് എന്നീ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി സലക്ഷ്യം നമ്മുടെ മുമ്പിൽ വിശദീകരിക്കും. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ നാട്ടുകാരെ, ഇസ്ലാമിക ലോകത്ത് ഹദീസുകളെ നിഷേധിക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒന്നാമതായി കൈവെക്കാറുള്ള ഒരു ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി.
സഹീഹുൽ ബുഖാരിയുടെ മുഴുവൻ പേര് തെറ്റാതെ ഉച്ചരിക്കാൻ പോലും അറിയാത്ത ആളുകൾ വരെ എന്താണ് സഹീഹുൽ ബുഖാരിക്ക് മുസ്ലിം സമൂഹം നൽകിയ സ്ഥാനം എന്നറിയാത്ത ആളുകളാണ് പലപ്പോഴും സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകൾക്കെതിരെ വാളെടുത്ത് കോമരം തുള്ളാറുള്ളത്. ഇവിടെ വളരെ മനസ്സ് തുറന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി മുജാഹിദ്, കേരളത്തിൽ ജീവിക്കുന്ന ഒരു ശരാശരി മുജാഹിദിനെ സംബന്ധിച്ച് ഒരു പക്ഷേ അവന് സഹീഹുൽ ബുഖാരി ആദ്യം മുതൽ അവസാനം വരെ കണ്ട് പഠിച്ച് ഓതി മനസ്സിലാക്കുവാൻ അവസരം ലഭിച്ചുകൊള്ളണമെന്നില്ല. അതിനവസരം കിട്ടിയ പണ്ഡിതന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്, അൽഹംദുലില്ലാ. എന്നാൽ സഹീഹുൽ ബുഖാരി അതിന്റെ ആദ്യത്തെ സനദ് മുതൽ അവസാനത്തെ ഹദീസായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ എന്ന് പറയുന്ന ഹദീസ് വരെ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് തുടങ്ങി കലിമത്താനി ഹബീബത്താനി ഇലർ റഹ്മാൻ എന്ന് പറയുന്ന ഹദീസ് വരെയുള്ള 7000-ൽ ചില്ലാനും വരുന്ന ഹദീസുകൾ മുഴുവനും മനഃപ്പാടമാക്കി അതിന്റെ സനദ് സഹിതം മനഃപ്പാടമാക്കിയ മഹാരഥന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ സഹീഹുൽ ബുഖാരിയോടും സഹീഹു മുസ്ലിമിനോടും സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ഇന്ന് നമ്മുടെ നാടുകളിൽ ചില സുല്ലമിമാരും ചില മദനിമാരുമൊക്കെ മൈക്ക് കെട്ടി പറയുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു നിലപാടുണ്ട്. ഈ നിലപാടിൽ നമ്മൾ ആരുടെ കൂടെയാണ് മുജാഹിദുകൾ നിൽക്കേണ്ടത് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ് അസഹുൽ കിതാബി ബഅദ കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും സ്വഹീഹായ കിതാബ് ലോകത്ത് ഏതെന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമിന് തർക്കമില്ലാതെ പറയാൻ കഴിയും അത് സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരിക്ക് ശേഷം സഹീഹ് മുസ്ലിമാണ്. ഈ രണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന ഹദീസുകളെ സ്വഹീഹാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമറ്റ കാര്യമാണ്. ഇത് ഞാൻ പറയുമ്പോൾ അതിനെന്താണ് തെളിവെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഞാൻ ചില പണ്ഡിതന്മാരുടെ ഉദ്ധരണി നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ഇന്നിവിടെ വന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചു പോയ മദനിമാർക്കോ അല്ലെങ്കിൽ സുല്ലമിമാർക്കോ സഹീഹുൽ ബുഖാരിയിലെ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസിന്റെ സനദ് പോലും തെറ്റാതെ പറയാൻ കഴിയാത്തവരാണ് ഇവിടെ വന്നിട്ട് സഹീഹുൽ ബുഖാരിയിൽ അതുണ്ട്, സഹീഹുൽ ബുഖാരി അങ്ങനെയാണ്, അതിൽ ഖുർആനെതിരായ ഹദീസുണ്ട്, ബുദ്ധിക്കെതിരായ ഹദീസുണ്ട്, അതുപോലെ തന്നെ മനുഷ്യത്വത്തിന് വിരുദ്ധമായ ഹദീസുണ്ട് എന്നൊക്കെ വഅദ് പറയുന്ന ആളുകൾ. ഹിജ്റ 418 മരണപ്പെട്ടു പോയ അൽ ഉസ്താദ് അബൂ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹം പറയാണ്, അഹ്ലുസ് സൻഅത്തി മുജ്മഊന അലാ അന്ന അൽ അഖ്ബാർ അല്ലതി ഇസ്തമൽ അലൈഹി സ്വഹീഹാനി മഖ്തൂഉൻ ബിസിഹത്തി ഉസൂലിഹാ വ മുതൂനിഹാ. ലോകത്ത് കഴിഞ്ഞു പോയത് അദ്ദേഹം പറയുന്നത് ഇജ്മാ ഉണ്ട്. അപ്പൊ 4-ാം നൂറ്റാണ്ട് വരെ ജീവിച്ച മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ ഏകോപിച്ചു പറഞ്ഞിട്ടുണ്ട്, സഹീഹുൽ ബുഖാരിയും സഹീഹു മുസ്ലിമും ഉൾക്കൊണ്ടിട്ടുള്ള ഹദീസുകൾ, ആ ഹദീസിന്റെ മത്നും സനദും പൂർണ്ണമായി കൊണ്ടും ശരിയാണ്. ഇത് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ അന്നുക്കത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഖവാഇദു തഹദീസിൽ ഇമാം ഖാസിം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ നുഖ്ബയിലും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് ഈ വാചകം. ഇമാമുൽ ഹറമൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജുവൈനി ഹിജ്റ 478 മരണപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ലൗ ഹലഫ ഇൻസാനും ബി തലാഖി ഇംറഅതി അന്നമാ ഫി സഹീഹൈനി മിമ്മാ ഹക്കമ ബി സിഹത്തി മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമാ അൽജമഹു തലാഖ് ലി ഇജ്മാഉ ഉലമാഇൽ മുസ്ലിമീന അലാ സിഹത്തിഹി. പറഞ്ഞൊരു ചുരുക്കം ഇതാണ്,
ഒരു മനുഷ്യൻ അയാള് സഹീഹുൽ ബുഖാരിയിലുള്ള മുഴുവൻ കാര്യങ്ങളും സ്വഹീഹാണ് എന്ന് മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർക്ക് ഇജ്മാ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മനുഷ്യൻ തൊലാഖിന്റെ വിഷയത്തിൽ അഥവാ തന്റെ ഭാര്യയെ തൊലാഖ് ചെല്ലുന്ന വിഷയത്തിൽ അദ്ദേഹം പറയാണ് അന്നമാഫി സ്വഹീഹൈനി മിമ്മാ ഹക്കമ ബിസ്സഹതി മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലമാ അസൻതുഹു തൊലാഖ്. തൊലാഖുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ സഹീഹുൽ ബുഖാരിയിലുള്ള മുഴുവൻ ഹദീസുകളും സ്വഹീഹാണ് എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിർബന്ധമായിക്കൊണ്ടും അയാൾക്ക് തൊലാഖ് കാരണം എന്താണ്? സഹീഹ് ബുഖാരിയിലുള്ള മുഴുവൻ ഹദീസുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്നും മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ മുഴുവനും അത് സ്വഹീഹായി അംഗീകരിച്ചിട്ടുണ്ട് എന്നുമുള്ള കാര്യം ഇജ്മാ ആണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ അബു അംർ ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഹിജ്റ 643 മരണപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഉലൂമുൽ ഹദീസിൽ അദ്ദേഹം പറഞ്ഞു വകിതാബുഹുമാ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹിൽ അസീസ്. അല്ലാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും സ്വഹീഹായ കിതാബാണ് സഹീഹുൽ ബുഖാരി. അതുപോലെ തന്നെ അബൂ യഅല അദ്ദേഹത്തിന്റെ ശുറൂത്തുൽ അഇമ്മത്തുൽ ഖംസ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാമ ഇബ്നു ദഖീഖുൽ ഐദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഉദ്ധരണി നസ്ബുർ റായിൽ ഇമാം സൈലഈ എടുത്തു കൊടുക്കുകയാണ് അശ്ശൈഖാനി ഹുമാ അൽ ഉംദതു ഫി തസ്ഹീഹ്. ഹദീസുകളെ സഹീഹും ദഈഫും വേർതിരിക്കുന്നതിൽ ഏറ്റവും വലിയ തൂണുകളാണ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒന്ന്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫതാവകളിൽ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വായിക്കുകയാണെങ്കിൽ ഒരുപാട് നീണ്ടുപോകും. ശൈഖ് ഹാഫിദ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ബഅത്തുൽ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും അതേപോലെ തന്നെ ഇമാം ദഹബി അദ്ദേഹത്തിന്റെ സീർ അലാമുൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും ഇങ്ങനെയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളിൽ സഹീഹുൽ ബുഖാരിയിലും സഹീഹു മുസ്ലിമിലും വന്നിട്ടുള്ള ഹദീസുകൾ മുഴുവനും സ്വഹീഹാണ് എന്ന വിഷയത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. പിന്നെ ചില ആളുകൾ പറയും സഹീഹുൽ ബുഖാരിയും സഹീഹു മുസ്ലിമിനും അടക്കമുള്ള ആളുകൾ അവർ ഉദ്ധരിച്ച ഹദീസുകൾക്കെതിരെ പണ്ട് കാലത്ത് തന്നെ ദാറഖുത്നിയെ പോലെയുള്ള ആളുകൾ വിമർശിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവര് പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ വിമർശനം എതിരാകുമോ? അതിനും പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന് സഹീഹുൽ ബുഖാരിക്ക് ചെറിയ ഒരു ശറഹുണ്ട്. ആ ശറഹിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുകയാണ് ഖദിസ്തദറക ദാറഖുത്നി അലൽ ബുഖാരി വ മുസ്ലിം അഹാദീസ. ഇമാം ദാറഖുത്നി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും വന്ന ചില ഹദീസുകളെ പിടികൂടുകയും ഫതഅന ഫീ ബഅദിഹാ എന്നിട്ട് ചില ഹദീസുകൾ അദ്ദേഹം ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോ ഊറിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഓ, നമ്മുടെ മുമ്പ് തന്നെ ചില ആളുകളൊക്കെ ആക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ ബാക്കി അദ്ദേഹം പറയാണ് വദാലിക തഅന മബ്നിയുൻ അലാ ഖവാഇദി ലിബഅദ് അൽമുഹദ്ദിസീന ദഈഫത്തുൻ ജിദ്ദ. എന്നാൽ അതുപോലെയുള്ള വിമർശനങ്ങളെല്ലാം തന്നെ മുഹദ്ദിസുകളുടെ അടുക്കൽ വളരെ വളരെ ദുർബലങ്ങളാണ്. മുഖാലിഫത്തുൻ ലിമാ അലൈഹിൽ ജുംഹൂർ മിൻ അഹ്ലിൽ ഫിഖ് വൽ ഉസൂൽ. ഉസൂലുൽ ഫിഖ്ഹിന്റെയും അതുപോലെ തന്നെ ഉസൂലുൽ ഹദീസിന്റെയും ഒക്കെ പണ്ഡിതന്മാർ യോജിച്ചെടുത്ത തീരുമാനത്തിനെതിരാണത്. എന്നിട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ഫലാ തഖ്തർ ബിദാലിക. അതുകൊണ്ട് ആ വിമർശനം കണ്ടുകൊണ്ട് നീ ഒരിക്കലും വഞ്ചിതരാകരുത്. ഇമാം നവവി അദ്ദേഹത്തിന്റെ ബുഖാരിയുടെ മുഖദ്ദിമയിൽ ബുഖാരിയുടെ ശർഹിൽ അദ്ദേഹം അത് പറഞ്ഞു. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഹദീസ് സാരിയിൽ അത് എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അബൂബക്കർ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഷൗക്കാനി ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാമ അബ്ദുറഹ്മാൻ അൽ മുബാറക് പൂരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹവും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടി കേട്ടോളൂ. ഫഉലിമ മിൻ ഹാദാ അന്ന ജമീഅ മാ ഫിൽ ബുഖാരി സ്വഹീഹുൻ വലൈസ ഫീഹി ഹദീസുൻ ദഈഫ്. അല്ലാമ അൽ മുബാറക് പൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് സ്വഹീഹുൽ ബുഖാരിയിലുള്ള മുഴുവൻ ഹദീസുകളും സ്വഹീഹാണ്. വലൈസ ഫീഹി ഹദീസുൻ ദഈഫുൻ. അതിലൊരൊറ്റ ദഈഫായ ഹദീസുമില്ല. അപ്പൊ സഹോദരന്മാരെ, ഇതാണ് സഹീഹുൽ ബുഖാരിയിലും സഹീഹു മുസ്ലിമിലും വന്ന ഹദീസുകളെ സംബന്ധിച്ച് മുസ്ലിം ലോകത്തിന്റെ നിലപാട്. കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരും ആ മുസ്ലിം ലോകത്ത് നിന്ന് പുറത്തല്ലല്ലോ. 950കളിൽ
മുതൽ സംഘടിതമായിക്കൊണ്ട് അല്ലെങ്കിൽ KNM-ലൂടെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ KNM-ന്റെ മുഖപത്രമായി ഇന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അൽമനാർ മാസിക, ആ അൽമനാർ മാസികയുടെ 3-ാമത്തെ ലക്കമാണ് എന്റെ കയ്യിലുള്ളത്. 1950 മെയ് മാസത്തിൽ ഇറങ്ങിയ അൽമനാർ. ആ അൽമനാറിൽ, അഥവാ ഇതിന് മുമ്പ് 2 അൽമനാർ മാത്രമേ കേരളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന് സഹീഹുൽ ബുഖാരിയിലും സഹീഹു മുസ്ലിമിലും വന്ന ഹദീസുകളോട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടെന്താണ്? ഇന്ന് ചില ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ അതിൽ ബുഖാരിയില് ഖുർആന് നിരക്കാത്ത ഹദീസുണ്ട്, ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസുണ്ട്, ഒരുപാട് വളരെയധികം ദുർബലങ്ങളായ ഹദീസുകളുണ്ട് എന്നൊക്കെ അതാണോ നമ്മുടെ നേതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്? കേട്ടോ, ഇതിന്റെ 11-ാമത്തെ പേജ് ലേഖനം NV അബ്ദുസ്സലാം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എഴുതിയതാണ്. നബിചര്യകൾ. നല്ല ഹദീസിൽ വിവരമുള്ള പണ്ഡിതനാണ് അദ്ദേഹം പറയാണ്, നബിചര്യകൾ മനഃപ്പാടമാക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിരുന്ന മഹാന്മാരിൽ അഗ്രഗണ്യൻ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബിൻ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ആകുന്നു. ഇദ്ദേഹം ഹദീസുകൾ ഏറ്റവും അധികം പ്രാവീണ്യം നേടിയ മാന്യനും വിശ്വസ്തന്മാരും സൂക്ഷ്മതയുള്ളവരുമായ നിവേദകന്മാരെ തിരിച്ചറിയുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ചരിത്രകാരനുമായിരുന്നു. ഇന്ന് ചില ആളുകൾ പറഞ്ഞ ഹിഷാം മുദല്ലിസാണ് എന്നൊക്കെയാണ്. അദ്ദേഹം പറയാണ്, അതൊക്കെ ഏറ്റവും കൂടുതൽ സൂക്ഷ്മമായി അറിയുന്ന ആള് ഇമാം ബുഖാരിയാണ്. ഇനി പറഞ്ഞ വാചകം കേട്ടോളൂ. മടവൂർ സുഹൃത്തുക്കളും അല്ലാത്തവരും ഒക്കെ കാത് തുറന്നു കേട്ടോളൂ. നമ്മുടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ നിന്ന്, മുജാഹിദ് പ്രസ്ഥാനം ഹദീസുകളോട് സ്വീകരിച്ച നിലപാടിൽ നിന്ന് ആർക്കാണ് വ്യതിയാനം സംഭവിച്ചിട്ടുള്ളത്? ഏത് വിഷയത്തിലും, ആദർശ വ്യതിയാനാകട്ടെ, ഏത് വിഷയത്തിലും വ്യതിയാനം ആർക്കാ സംഭവിച്ചത്? കേട്ടോളൂ. മുസ്ലിം ലോകത്ത് മുഴുവനും സ്തുതിപ്പെട്ടിരിക്കുന്ന സഹീഹുൽ ബുഖാരി ഇദ്ദേഹം രചിച്ചതത്രേ. ഈ കിതാബിൽ സനദോടുകൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട്. 950 അൽമനാറാണിത്. 2002 ശേഷമുണ്ടായ അൽമനാറല്ല. അപ്പൊ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി കൊണ്ട് പ്രസിദ്ധീകരണ രംഗത്തേക്ക് പ്രവേശിച്ചത് മുതൽ മുജാഹിദ് പണ്ഡിതന്മാർ ഈ കേരളക്കരയിൽ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദർശം എന്താണ്? സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും ഒരു ഹദീസ് വന്നാൽ മുസ്ലിം ലോകത്തുള്ള പണ്ഡിതന്മാർ അത് ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട്. തീർന്നിട്ടില്ല. ഇനി നോക്കൂ നിങ്ങൾ, സഹീഹ് മുസ്ലിമും അതുപോലെ തന്നെ സഹീഹുൽ ബുഖാരിയിലും വന്ന ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് നമ്മൾ വിശദീകരിച്ചു. അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി 1994 അൽമനാർ, ആ അൽമനാറിൽ ഒരു ലേഖനമുണ്ട്. ഏതാ ലേഖനം എന്നറിയുന്നത്? 1958-59 വർഷങ്ങളിൽ NV അബ്ദുസ്സലാം മൗലവിയുടെ പത്രാധിപത്യത്തിൽ അരീക്കോടിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന മിഷ്കാത്തുൽ ഹുദ മാസികയിൽ എഴുതിയ ലേഖനം, 958-59 കാലഘട്ടത്തിൽ എഴുതിയ ലേഖനം ആരാ എഴുതിയത്? NV അബ്ദുസ്സലാം മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം എഴുതിയ ലേഖനം ഈ 1994 അൽമനാറിൽ പുനഃപ്രസിദ്ധീകരിക്കുകയാണ്. ആ ലേഖനത്തിൽ എന്താ ഉള്ളത്? മേലെഴുതിയ 6 ഗ്രന്ഥങ്ങളിൽ ബുഖാരിയും മുസ്ലിമും ഒഴിച്ചുള്ളവയിൽ സ്വഹീഹല്ലാത്ത ഹദീസുകളുമുണ്ട്. അധികവും സ്വഹീഹായത് കൊണ്ട് മാത്രമാകുന്നു അസ്സിഹാഹ് എന്ന പേര് പറയുവാനുള്ള കാരണം ഇരിക്കട്ടോ. സഹീഹു ബുഖാരിയിലും സഹീഹു മുസ്ലിമിലും സനദോടുകൂടി കൊണ്ടുവന്ന ഹദീസുകളെല്ലാം മഖ്ബൂൽ, സ്വീകരിക്കപ്പെടുന്നതാകുന്നു. തെളിവിന് പറ്റാത്ത യാതൊരു ഹദീസും അവ രണ്ടിലും സനദോടുകൂടി കൊണ്ടുവന്നിട്ടില്ല. 950 പറഞ്ഞു. 958 വീണ്ടും മുജാഹിദ് പ്രസ്ഥാനം ആവർത്തി ജനങ്ങളെ പഠിപ്പിച്ചു. തീർന്നിട്ടില്ല. എന്റെ കയ്യിലുള്ളത് 1994 ഒക്ടോബർ മാസത്തിലെ അൽമനാറാണ്. ആ ഒക്ടോബർ മാസത്തിലെ അൽമനാറിൽ വീണ്ടും ലേഖനം സഹീഹു മുസ്ലിം എന്ന ഈ ലേഖനത്തിൽ വീണ്ടും കാണാം സ്വഹീഹ് മാത്രം ഒരുമിച്ച് കൂട്ടിയ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ആദ്യത്തേത് സഹീഹുൽ ബുഖാരിയും രണ്ടാമത്തേത് സഹീഹു മുസ്ലിമുമാണ്. ഇതും ആ 1958 ലേഖനത്തിന്റെ തുടർച്ചയാണ്. അപ്പൊ സഹോദരന്മാരെ, മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിൽ
ലോകത്തുള്ള മുസ്ലിം സമൂഹം എന്തൊരു നിലപാടാണ് സ്വീകരിച്ചത്, ആ നിലപാടാണ് മുജാഹിദിന്റെ നിലപാട്. ഏത് കാര്യത്തിലും അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. ഇനി ഇത് 1971 അൽമനാർ മാസിക ഡിസംബർ മാസം 5-ാം തീയതി അൽമനാറിൽ ആ ലേഖനത്തിന്റെ ഹെഡിംഗ് എന്ന സഹീഹുൽ ബുഖാരിയിൽ നിർമ്മിത ഹദീസുകളോ, ഈ ലേഖനം എഴുതി ഷേഖ് മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, കേരളം കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായിക്കൊണ്ട് ചരിത്രം രേഖപ്പെടുത്തിയ ഷേഖ് മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, ഹദീസുകൾ സനദ് സഹിത മനപ്പാടമുണ്ടായിരുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം പറയണം, സഹീഹുൽ ബുഖാരിയെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, അപ്പോൾ പരമ്പരയുടെ വിശ്വാസ യോഗ്യതയ്ക്ക് പുറമെ വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾക്ക് കൂടി നിരക്കുന്ന ഹദീസ് മാത്രമേ ഇമാം ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചിട്ടുള്ളൂവെന്ന് തീർച്ച. അപ്പൊ സഹീഹുൽ ബുഖാരിയിൽ ഖുർആനിന് നിരക്കുന്ന ഹദീസ് ഉണ്ടെന്ന് CN അഹ്മദ് മൗലവി പറഞ്ഞപ്പോ ആ CN അഹ്മദ് മൗലവിക്ക് മറുപടി കൊടുത്തുകൊണ്ട് KNMന്റെ മുഖപത്രമായ അൽമനാറിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായിരുന്ന ഷേഖ് മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ്. തീർന്നിട്ടില്ല, ഇനി വീണ്ടും ഇതാ കാണാം. 1971 ഒക്ടോബർ മാസത്തിൽ, ഇത് 1972 ഫെബ്രുവരിയാണ്, ഇത് 1971 ഒക്ടോബർ മാസത്തിൽ ഇറങ്ങിയ അൽമനാർ. ആ അൽമനാറിൽ വീണ്ടും ലേഖനം ഷേഖ് മുഹമ്മദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ബുഖാരിയെയും മുസ്ലിമിനെയും ചവിട്ടലും അതുപോലെ തന്നെ ചവിട്ടി പുറത്താക്കലും ഇന്നും തന്നെ തുടങ്ങിയതല്ല. അതൊക്കെ പണ്ട് ചേകനൂരും CN അഹ്മദ് മൗലവിയും അതുപോലെ തന്നെ ഹദീസ് നിഷേധികളൊക്കെ പണ്ടേ തുടങ്ങിയതാണ്. അതിന് പണ്ടുള്ള മുജാഹിദിന്റെ നേതാക്കന്മാർ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ രേഖയാണിത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആരാണ് മുജാഹിദ്, ആരാണ് മുജാഹിദിന്റെ പേര് നിലകൊള്ളുന്ന ആളുകൾ. സഹീഹുൽ ബുഖാരി സ്ഥിരപ്പെട്ട നബിവചനങ്ങളുടെ വിലപ്പെട്ട സമാഹാരം. അതിന്റെ ഹെഡിങ് അങ്ങനെ കേട്ടോ, തന്റെ നിഷ്കൃഷ്ടമായ ഉപാധികൾ അനുസരിച്ച് സ്വഹീഹാണെന്ന് ഉറപ്പുള്ളതല്ലാത്ത ഒരൊറ്റ ഹദീസും ഈ സമാഹാരത്തിലില്ല. ചില സ്വഹീഹായവ തന്നെ നിബന്ധനകളോട് നീതി പുലർത്താത്തത് കാരണം വിട്ടുകളയുകയാണുണ്ടായത് എന്ന് പറഞ്ഞ ഇമാം ബുഖാരിക്ക് സഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം വെച്ച ചില നിബന്ധനകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹീഹായ ഹദീസുകൾ മുഴുവനും അദ്ദേഹം ഈ സഹീഹുൽ ബുഖാരിയിൽ കൊടുത്തിട്ടില്ല കേട്ടോ. സഹീഹുൽ ബുഖാരിയെ പറ്റി ഒട്ടേറെ ആക്ഷേപങ്ങളുണ്ട്. എല്ലാം ഈയിടെ പൊന്തി വന്നവയില്ല. യുക്തിയുടെ പേരിൽ സ്വന്തം അഭിപ്രായങ്ങൾക്കും തോന്നലുകൾക്കും യോജിക്കാത്തതെല്ലാം തള്ളിപ്പറയുന്ന കുൽസിത ബുദ്ധികൾ നെടുഞ്ഞുണ്ടാക്കുന്ന കള്ളപ്രചരണങ്ങൾ വാസ്തവത്തിൽ മറുപടി അർഹിക്കുന്നില്ല. അക്കൂട്ടത്തിൽ സഹീഹുൽ ബുഖാരിയെ പറ്റിയുള്ള ആക്ഷേപങ്ങളും പെടുത്താം. തന്റെ ചില നിഗമനങ്ങളോട് വിയോജിച്ചതിനാൽ മാത്രം സഹീഹുൽ ബുഖാരി തോട്ടിലെറിയണമെന്ന് വരെ നാടുനീളെ നാക്കിട്ടടിച്ച് നടക്കുന്നവർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് എഴുതിയതെന്ന 2002 ശേഷമല്ല, 1971 ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വന്തം യുക്തിയാകുന്ന മാനദണ്ഡം വെച്ചളന്ന് സഹീഹുൽ ബുഖാരിയിലെ ഒട്ടേറെ ഹദീസുകൾ തള്ളിക്കളഞ്ഞ് ആ മഹത് ഗ്രന്ഥത്തെ ഒട്ടുമുക്കാലും വെട്ടിച്ചുരുക്കി അലങ്കോലപ്പെടുത്തിയവരും കുറവല്ല. ഇങ്ങനെ എത്ര ഹദീസുകൾ സഹോദരന്മാരെ തീർന്നില്ല. 1972 വീണ്ടും അസ്രായേലിന്റെ കണ്ണി എന്ന് പറഞ്ഞുകൊണ്ട് ലേഖനമെഴുതി CN അഹ്മദ് മൗലവി നിഷേധിച്ചു. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കിലേക്ക് മലക്കുൽ മൗത്ത് കടന്നു വന്നപ്പോൾ ആ മലക്കുൽ മൗത്തിന്റെ കണ്ണ് മൂസാ നബി അടിച്ചപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സഹീഹുൽ ബുഖാരിയിലെ ഹദീസിനെ CN അഹ്മദ് മൗലവി നിഷേധിച്ചപ്പോൾ, ബുഖാരിയിലെ ഹദീസ് നിഷേധിച്ചപ്പോൾ അസ്രായേലിന്റെ കണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷേഖ് മുഹമ്മദ് മൗലവി മറുപടി കൊടുക്കുന്നു 1972. എന്നാൽ രണ്ടത്താണിക്കാർക്ക് ഞാൻ ഒരു CN അഹ്മദ് മൗലവിയുടെ അതേ വാദം പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എന്താണത് കേട്ടോ. ഇത് എന്റെ കയ്യിലുള്ളത് സെൻസിംഗ് മാസികയാണ്. സെൻസിംഗ് മാസികയിൽ CP ഉമർ സുല്ലമിയുമായി കൊണ്ടൊരു അഭിമുഖമുണ്ട്. അഭിമുഖത്തിന്റെ ഹെഡിങ് എന്താ? TP അബ്ദുൽ കോയമദിന് പണ്ഡിതനല്ല, ചതിയിലൂടെ സംഘടന പിടിച്ചൊരു രാഷ്ട്രീയക്കാരൻ, അതെന്തോ ആട്ടെ. അപ്പോൾ ഒരു ചോദ്യം, അപ്പോൾ ബുഖാരിയിൽ താങ്കൾ ദഈഫായ ഹദീസുകൾ കണ്ടെത്തിയിട്ടില്ല? മറുപടി, അങ്ങനെ പറഞ്ഞുകൂടാ. ഇതുവരെ നമ്മൾ കേട്ടതെന്താ? സ്വഹീഹുൽ ബുഖാരിയിൽ മുസ്ലിം ലോകത്ത് അഭിപ്രായ വ്യത്യാസമില്ല, അത് ദഈഫായ ഹദീസുണ്ട് അല്ലെങ്കിൽ ഹദീസില്ല എന്ന വിഷയത്തിൽ മുജാഹിദികൾക്ക് തർക്കമില്ല. CP പറയാണ് അങ്ങനെ പറഞ്ഞുകൂടാ. നമ്മുടെ അമലിനെ ബാധിക്കുന്ന കാര്യത്തിൽ ബുഖാരിയുടെ ഹദീസുകളെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞ അമലിനൊക്കെ ഫിറ്റാണ്.
അമലിനെ ബാധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ഇനി കേട്ടോ, അസ്രായിലിന്റെ കണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് അസ്രായിലിന്റെ കണ്ണ് CN അഹ്മദ് മൗലവി നിഷേധിച്ചപ്പോൾ മുജാഹിദുകൾ മറുപടി കൊടുത്തു, ഇതാണ് മുജാഹിദിന്റെ ആദർശം. എന്നാൽ CP ഉമർ സുല്ലം പറയുകയാണ്, മലക്കുൽ മൗത്തിന്റെ ഒരു കണ്ണ് മൂസാ നബി അടിച്ചു പൊട്ടിച്ചു എന്നതുപോലെ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. എവിടെയാണ് ആരാണ് മുജാഹിദിന്റെ ആദർശം തെറ്റിയത്? 1972 സഹീഹ് ബുഖാരിയിലെ ഹദീസ് മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട പണ്ഡിതന്മാർ മറുപടി കൊടുത്തപ്പോൾ CP ഉമർ സുല്ലം പറയുന്നു, അങ്ങനെ ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് വിശ്വസിക്കുവാൻ അല്പം പ്രയാസമുണ്ട്. ഇനി ഇവിടെ വന്നുകൊണ്ട് പ്രസംഗിച്ച അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു പേരക്കിടാവുണ്ടല്ലോ, അദ്ദേഹം ഇവിടെ വെച്ചുകൊണ്ട് പറഞ്ഞ എന്താ? അമാനി മൗലവി സിഹിറിന് അംഗീകരിച്ചിട്ടില്ല, അമാനി മൗലവി കണ്ണീറിന് അംഗീകരിച്ചിട്ടില്ല. എന്നാൽ അമാനി മൗലവിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം സഹീഹുൽ ബുഖാരിയിൽ ഏതെങ്കിലും ഹദീസ് നിഷേധിച്ചിട്ടുണ്ടോ? ഇന്ന് ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ആളുകളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും പ്രചരിപ്പിക്കുന്നത് പോലെ അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിലെയോ സഹീഹ് മുസ്ലിമിലെയോ ഏതെങ്കിലും ഒരൊറ്റ ഹദീസിനെ നിഷേധിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് പറയേണ്ടത് പേരക്കുട്ടിയല്ല. അമാനി മൗലവി മരിക്കുമ്പോ ഇവിടെ വന്ന് പ്രസംഗിച്ച് പേരക്കുട്ടി വളരെ സാധാരണ നമ്മൾ പറയാം ട്രൗസർ ഇട്ട് നടക്കുന്ന പ്രായമാണ്. എന്നാൽ അമാനി മൗലവിയുടെ കൂടെ ജീവിച്ച് ഏറ്റവും കൂടുതൽ ജീവിച്ച വ്യക്തി ആരാണ്? അമാനി മൗലവിയുടെ മൂത്ത മകനായ മുഹമ്മദ് ഹുസൈൻ അമാനി. അദ്ദേഹമാണ് ഈ വിഷയത്തിൽ വിധി പറയാൻ ഏറ്റവും അർഹനായിട്ടുള്ളവർ. അദ്ദേഹം പറയട്ടെ, അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ പാരമ്പര്യം കാത്തു സൂക്ഷിച്ച പണ്ഡിതരാണ് അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന പോലെയല്ല. അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളെ ഏതെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ കേട്ടോളൂ. സഹീഹുൽ ബുഖാരിയിലെ ഹദീസുകളൊന്നും ഏതും വിമർശിക്കുകയോ നിഷേധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഒരേ ഹദീസിനും നിഷേധിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബുഖാരി മുസ്ലിമോ ഏതായാലും ഇല്ല. അപ്പോ സഹീഹുൽ ബുഖാരിയിലെയോ സഹീഹ് മുസ്ലിമിലെയോ ഒരൊറ്റ ഹദീസും എന്റെ ഉപ്പ നിഷേധിച്ചിട്ടില്ല എന്ന് മകൻ പറയുമ്പോൾ പേരക്കുട്ടി ഇവിടെ വന്ന് പറയുന്നു, അങ്ങനൊന്നുമില്ല, മകൻ അറിയാഞ്ഞിട്ടായിരിക്കും, ഞാൻ വളരെ ചെറുപ്പമായിരിക്കുന്ന കാലത്ത് തന്നെ അതൊക്കെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇനി ഇത് അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹിയോ മുജാഹിദ് പ്രസ്ഥാനോ മാത്രം പറഞ്ഞതല്ലോ. മടവൂർ വിഭാഗത്തിന്റെ ഇന്നത്തെ ഖത്തറിലെ ഏറ്റവും വലിയ നേതാവാണല്ലോ ആര്? അബ്ദുർ റഊഫ് മദനി എന്ന് പറയുന്ന പുളിക്കല ആള്. അയാളുടെ സംസാരം കൂടി ഇവിടെയുള്ള മടവൂർ സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഇന്ന് നിങ്ങളുടെ ആദർശം തെറ്റിയിട്ടുണ്ട്, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിന്റെ ആ വിഷയത്തിലുള്ള സംസാരം കുറച്ച് നിങ്ങൾ കേൾക്കാം. പിന്നെ ഇപ്പൊ കേൾക്കുന്ന ഒരു വിഷയം എന്താ അറിയോ? ബുഖാരിയിൽ ഖുർആന് നിരക്കാത്ത ഹദീസുകളുണ്ട്. സുബ്ഹാന റബ്ബിൽ അഅ്ല. ബുഖാരിയിൽ ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട്. സാവധാനം ഇരുന്ന് ആലോചിച്ച് നോക്കൂ. സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിലും മുസ്ലിമിന്റെ ഗ്രന്ഥത്തിലും ഖുർആന് നിരക്കാത്ത ഹദീസുകളും ബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളും ഉണ്ടെങ്കിൽ 3 സാധ്യതകളാണ് അത് വരാനുള്ള സാധ്യത. ഒന്ന്, ഇമാം ബുഖാരി മുസ്ലിമിനെ പോലെ ഒരാളെ പറ്റി പറയാം, രണ്ടും കൂടി പറയാൻ ബുദ്ധിമുട്ടാ. ബുഖാരി മനഃപൂർവ്വം ഈ ഹദീസുകൾ അതിൽ ക്രോഡീകരിച്ചു എന്നാ, അല്ലേ? ഇമാം ബുഖാരി അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ്, ഖുർആന് നിരക്കാത്ത ഒരു ഹദീസ് തന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചു എന്ന് ഒരു ഹദീസ് ബോധ്യപ്പെട്ടാൽ അയാൾ കള്ളനാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടവനാ. അയാൾ ഒരൊറ്റ ഹദീസ് സ്വീകരിക്കരുത്, അല്ലേ? അല്ലേ? മനഃപൂർവ്വം ഖുർആന് ധിക്കാരമാകുന്ന, ഖുർആനെതിരാകുന്ന ഒരു വാചകം തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്താൽ പിന്നെ ആ പുസ്തകം ചവറ്റുകൊട്ടയില്ല. ആ ഹദീസല്ല, ആ പുസ്തകമേ വലിച്ചെറിയണം. ആ സാധ്യതയില്ല. പിന്നെ അയാൾക്ക് അബദ്ധം പറ്റണം, വിവരല്ലാഞ്ഞിട്ട് അബദ്ധം പറ്റണം. ഇമാം ബുഖാരിയെ പറ്റി വിശദീകരിക്കാൻ എനിക്ക് സമയം മതിയാവില്ല. അദ്ദേഹം 23 വർഷക്കാലം ആ ഗ്രന്ഥം സ്വയം പഠിപ്പിച്ചു. ശിഷ്യന്മാരുണ്ടായി, മുഹദ്ദിസുകളായ ശിഷ്യന്മാരാണ് ഉണ്ടായത്. വേറെ പല ഗുരുനാഥന്മാരുടെയും ഹദീസ് പഠിച്ചവരാ ബുഖാരിയിൽ നിന്ന് പ്രാവീണ്യം നേടാൻ വന്നവര്. ഇവരൊക്കെയും പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് ഖുർആനെതിരായ ഒരു ഹദീസ് പോലും കണ്ടില്ല. അല്ലെങ്കിൽ ഈ ഹദീസ് ഖുർആനെതിരാന്ന് അവർക്ക് മനസ്സിലായില്ല. ഈ ഹദീസ് ബുദ്ധിക്ക് നിരക്കാത്തെന്ന് അവർക്ക് മനസ്സിലായില്ല. കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ
അതിൽ മുസ്ലിങ്ങളിൽ അഭിപ്രായ വ്യത്യാസത്തിലെ ഷിയാക്കളെ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുസ്ലിം സമുദായത്തിലെ എല്ലാവരും, എല്ലാ പണ്ഡിതന്മാരും ബുഖാരിയുടെ ഹദീസുകളുടെ വിശ്വാസയെ ചോദ്യം ചെയ്യാൻ അംഗീകരിച്ചു. ആക്ഷേപം പറഞ്ഞവർ ബുദ്ധിക്ക് നിരക്കാത്താണ് ആക്ഷേപം പറഞ്ഞില്ല. അവർ പറഞ്ഞ ബുഖാരിയുടെ ചില റിപ്പോർട്ടർമാരെ പറ്റിയാ, അത് അക്കാലത്ത് പറഞ്ഞതിന് മറുപടിയും കൊടുത്തു. ബുഖാരിയുടെ ഏതെങ്കിലും ഒരു ഹദീസ് ബുദ്ധിക്കും ഖുർആനും നിരക്കാത്തതാണെന്ന് ഇക്കാലഘട്ടം വരെ മുസ്ലിം സമുദായത്തിലെ ഒരു പിഴച്ച കക്ഷികൾ പോലും പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞേ? കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകത്തെ ദീനിയിലേക്കും ന്യായത്തിലേക്കും ശരിയായ നന്മയുടെ മാർഗത്തിലേക്ക് നയിച്ച ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയെ പോലെ, മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള പ്രഗത്ഭമതികളായ പരിഷ്കർത്താക്കൾ, തിന്മകൾക്കെതിരെ അടരാടിയവർ കടന്നു വന്നിട്ട് പ്രാവീണ്യം നേടിയ പണ്ഡിതന്മാരുണ്ടായിട്ട് അവർക്കാർക്കും മനസ്സിലായില്ലേ ബുഖാരിയിൽ ഖുർആൻ നിരക്കാത്ത ഹദീസ് ഉണ്ടെന്ന്, ബുദ്ധിക്ക് നിരക്കാത്ത ഉണ്ടെന്ന്? അവർ ആരും കാണാതെ പോയോ? അവരൊക്കെ സർവാത്മന അംഗീകരിച്ചെങ്കിൽ അത് മതി ഉറപ്പിന് പടച്ചവന്റെ മുമ്പിൽ. എന്താ ഉറപ്പെന്നറിയോ? അവർ പരിശോധിച്ച് പഠിച്ച ഗ്രന്ഥമാ. ഇതൊരു അലമാരിയിലിരിക്കുന്ന മ്യൂസിയത്തിലെ ഗ്രന്ഥമല്ല, ഇന്നും എന്നും പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥ. അവരാരും പറഞ്ഞിട്ടില്ല വിശുദ്ധ ഹദീസിന്റെ ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ഖുർആൻ നിരക്കാത്തതും ഹദീസിന് പിന്നെ ബുദ്ധിക്ക് നിരക്കാത്തതുണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അയാൾ സ്വയം ചികിത്സിക്കണം തന്നെ. ആ ബോധമുള്ളവർ അവരെ പറ്റി ചികിത്സിക്കണം. എന്നിട്ട് ആക്ഷേപങ്ങൾ ചൊരിയും മുമ്പേ അവരോടൊരു അപേക്ഷയുണ്ട്. ആ കിതാബ് എടുത്ത് മുന്നിൽ വെച്ച് ആ കിതാബിൽ നിങ്ങൾ ആക്ഷേപിക്കുന്ന ഹദീസുകൾ എടുത്തു വെച്ചിട്ട് ഈ ഹദീസിന്റെ പരമ്പരയുടെ അവസ്ഥ എന്താണ്, പൂർവികന്മാർ ഈ ഹദീസുകൾക്ക് എന്ത് വിശദീകരണമാണ് നൽകിയത് എന്ന് പഠിക്കാൻ ശ്രമിക്കണം. അത്രയത് പറഞ്ഞു. മൂന്നാമതൊരു സാധ്യതകൾ എന്താ അറിയോ? ബുഖാരി ഒരു കക്ഷിത്വത്തിന്റെ ആളാണെങ്കിൽ, ഒരു മദ്ഹബിന്റെ ആളാണെങ്കിൽ അയാൾ ഒരു പക്ഷേ തന്റെ കക്ഷിത്വത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി കള്ളം പറഞ്ഞുണ്ടാക്കിയേക്കാം. പക്ഷെ ബുഖാരി അതല്ല. ബുഖാരിയെ ഒരു രാജാവും സ്പോൺസർ ചെയ്തിട്ടില്ല. ഇമാം മാലിക്കിന്റെ മുവത്ത സ്പോൺസർ ചെയ്യാൻ എന്ന് വെച്ചാൽ അത് സർക്കാരിന്റെ രാജ്യത്തിന്റെ അംഗീകൃത ഗ്രന്ഥമാക്കി മാറ്റാൻ ഖലീഫമാർ തയ്യാറായിരുന്നു. അബൂ ഹനീഫയെ സർക്കാരിന്റെ മുഫ്തിയാക്കി മാറ്റാൻ ആ ജാതി ഒരു ശ്രമവും ബുഖാരിക്ക് നേരെ ഉണ്ടായിട്ടില്ല. ഒരു പാവം മനുഷ്യൻ ഈ അർത്ഥത്തിൽ ഖലീഫമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനോ ഒരു സംഘടനയുടെയോ കക്ഷിത്വത്തിന്റെയോ വ്യക്തിയാവാതെ പടച്ചവന്റെ പ്രവാചകന്റെ ചര്യകൾ പിൻതലമുറകൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്റെ ജീവിതം മുഴുവൻ അതിനുവേണ്ടി ത്യജിച്ച് അധ്വാനിച്ച് കുറ്റമറ്റ രീതിയിൽ ആ മനുഷ്യൻ ചെയ്ത ത്യാഗത്തിന്റെ അത് പടച്ചവന് കബൂലായി എന്നതിന്റെ രേഖയാണ് ഈ കാലഘട്ടം വരെ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരം. അതുകൊണ്ട് ഇതൊരു കക്ഷിത്വത്തിന്റെ വാക്കല്ല ഞാൻ പറഞ്ഞു. എനിക്ക് വേറെ ഇതൊന്നുമില്ല. നമ്മൾ പഠിച്ചു വെക്കുക, സമാധാനത്തോടെ നിൽക്കുക. ബുഖാരിയിലും മുസ്ലിമിലും ഖുർആൻ നിരക്കാത്തതായിട്ടൊന്നുമില്ല, ബുദ്ധിക്ക് നിരക്കാത്തതില്ല. ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഇദ്ദേഹം ഇന്നും മടവൂർ വിഭാഗത്തിലെ വലിയ നേതാവാണ്. മടവൂർ വിഭാഗത്തിന് സാമ്പത്തികമായി കൊണ്ട് വലിയ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഖത്തറിനാണല്ലോ. ആ ഖത്തറിലെ വലിയ നേതാവാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ പുറത്താക്കി നിങ്ങൾ. സഹീഹുൽ ബുഖാരിയിൽ വിശുദ്ധ ഖുർആനിന് വിരുദ്ധമായ ഒരൊറ്റ ഹദീസ് പോലും ഇല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു ഇദ്ദേഹം. അപ്പൊ ഇത് മുജാഹിദുകളുടെ ആദർശമാണ്. എന്ന ആയത്ത് ഇദ്ദേഹം കണ്ടിട്ടില്ലേ? റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ച ഹദീസ് നിഷേധിക്കുന്ന ആളുകൾക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവസരം വന്ന് നമുക്കതിടാം. അപ്പൊ റഊഫ് മദനി പോലെയുള്ള ആളുകൾ വരെ അംഗീകരിച്ച വസ്തുത ഇവിടെ വന്നുകൊണ്ട് ചില ആളുകൾ നിഷേധിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞെന്താ? സഹീഹുൽ ബുഖാരിയിൽ ഒരു ഖുർആൻ നിരക്കാത്ത ഒറ്റ ഹദീസില്ല. എന്നാൽ ഇയാള് ഈ ഗ്രന്ഥത്തിൽ എത്ര എന്നറിയോ തട്ടിയത് ഖുർആൻ നിരക്കാത്തതാന്ന് പറഞ്ഞിട്ട് ജിന്നി പിശാചി സിഹർ വിശ്വാസവും അന്ധവിശ്വാസവും എന്ന് പറഞ്ഞിട്ട് എത്ര ഹദീസ് എണ്ണ നേരല്ല അവിടെ. 10-20 ഹദീസുകൾ ഖുർആൻ നിരക്കാത്ത ബുഖാരിയിലുള്ള ഹദീസുകൾ ഇയാൾ ഇതിൽ തട്ടിയിട്ടുണ്ട്. അപ്പൊ ഇയാൾക്ക് തിരിയുന്ന ഖുർആൻ വേറെ, റഊഫ് മദനിക്ക് പറയുന്നത് ഖുർആൻ വേറെ. സുഹൃത്തുക്കളെ ചിന്തിക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ എന്നല്ല, മുസ്ലിങ്ങളുടെ നിലപാടാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചത്. ആ മുസ്ലിമീങ്ങളുടെ ഇജ്മാഇൽ നിന്ന് ഇവിടെ ചില ആളുകൾ വ്യതിചലിച്ച് പോയിട്ടുണ്ട്. വ്യതിചലിച്ചാൽ അവസാനം ഫദ്ലുക്കുമരി സൂചിപ്പിച്ചതുപോലെ ചേകനൂരിസത്തിലേക്കാണ് എത്തിച്ചേരുക. അതിന്റെ അടയാളങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സദസ്സിൽ നിന്ന് ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ ചർച്ച തുടരും. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം, മുസ്ലിം ലോകം ഏതൊരു നിലപാടാണോ സ്വീകരിച്ചത് സ്വഹീഹുൽ ബുഖാരിയോട്, അതേ നിലപാട് തന്നെയാണ്. ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവർ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവാ സമിതിയുടെ പ്രവർത്തകർ മാത്രമാണ് എന്ന്
നമുക്ക് സുതരാം വ്യക്തമായി. പലപ്പോഴും ഇതുപോലുള്ള ഹദീസുകൾ, ജിന്നുമായി ബന്ധപ്പെട്ട, പിശാചുമായി ബന്ധപ്പെട്ട, സിഹറുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നിഷേധിക്കുവാൻ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പ്രേരകമായത് യഥാർത്ഥത്തിൽ തൗഹീദുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാടുകളിൽ അവ്യക്തതയുണ്ടായതുകൊണ്ടാണ്. അഭൗതികമായ രൂപത്തിൽ സഹായങ്ങൾ നൽകുവാനോ ദോഷം വരുത്തുവാനോ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമേ സാധിക്കൂ എന്ന ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദുമായി ബന്ധപ്പെട്ട് ഇവര് മനസ്സിലാക്കിയത് തെറ്റിപ്പോയതിന്റെ കാരണത്താൽ ജിന്നും സിഹറുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും അവർ അബദ്ധധാരണയിൽ വന്നുപെട്ടു. എന്താണ് ഈ വിഷയത്തിൽ സലാം സുല്ലമി അടക്കമുള്ള ആളുകൾക്ക് വന്ന അബദ്ധമെന്ന് ബഹുമാനായ ഫൈസൽ മൗലവി നമ്മളോട് വിശദീകരിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സംഘടിതമായ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ ഇന്ന് വരെയും പ്രമാണങ്ങൾ അടിസ്ഥാനമാക്കി മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചത് അഭൗതികമായ മാർഗത്തിൽ അഥവാ അദൃശ്യമാർഗത്തിൽ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കൂ എന്ന അടിസ്ഥാന തത്വമാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ധാരാളം പദപ്രയോഗങ്ങളിൽ ആ ഒരു ആശയം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മുസ്ലിം ലോകം 14 കാലമായി സ്വീകരിച്ചു പോന്നതും ആ ഒരു ആദർശം തന്നെയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ കൈകാൽ നടപ്പാക്കുന്ന സഹായങ്ങളും സൃഷ്ടികളെ കരങ്ങളാൽ നടപ്പാക്കാത്ത സഹായങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് മുൻഗാമികളായ പണ്ഡിതന്മാർ പലരും ആ നിലക്കതിനെ വേർതിരിച്ച് വിശദീകരിച്ചിട്ടുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞ ഹദീസിൽ കാണാം, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നീ ചോദിക്കുന്നുവെങ്കിൽ റബ്ബിനോട് ചോദിക്കണം, നീ സഹായമർത്ഥിക്കുന്നുവെങ്കിൽ റഹ്മാനായ റബ്ബിനോട് സഹായമർത്ഥിക്കണം എന്ന്. ഇങ്ങനെ ഹദീസ് ഉണ്ടായിട്ടും നമ്മളൊക്കെ പലപ്പോഴും പലരോടും പലതും ചോദിക്കുന്നു, പല ആവശ്യങ്ങൾക്കായി പലരോടും സഹായം ആവശ്യപ്പെടുന്നു. അതൊക്കെ ഈ ഹദീസിന് വിരുദ്ധമാണോ? എവിടെയാണ് അങ്ങനെ അർത്ഥിക്കാവുന്ന സഹായവും അല്ലാത്ത സഹായവും തമ്മിൽ വേർതിരിക്കുന്നത്? അത് വിശദീകരിക്കുന്നിടത്ത് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ശറഹു അർബഈൻ നബവിയിൽ നബവി ഇമാം റഹിമഹുല്ലാഹ് വിശദീകരിച്ചത് കാണാം. സഹായത്തെ രണ്ടാക്കി അദ്ദേഹം വേർതിരിക്കുകയാണ്. ഒന്ന്, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളെ കരങ്ങളാൽ നടപ്പാക്കൽ പതിവുള്ള കാര്യങ്ങൾ, അത് ആ സൃഷ്ടികളോട് ആവശ്യപ്പെടാം. ഈ പറഞ്ഞ ഹദീസിന് അത് വിരുദ്ധമല്ല. നീ ചോദിക്കുന്നുവെങ്കിൽ റബ്ബിനോട് ചോദിക്കുക, സഹായം അർത്ഥിക്കുന്നുവെങ്കിൽ റബ്ബിനോട് സഹായം തേടുക എന്ന് പറഞ്ഞതിന് എതിരായ പ്രവർത്തനമാകുന്നില്ല അത്തരം പ്രവർത്തനങ്ങൾ. എന്നാൽ അവൻ ആവശ്യപ്പെടുന്ന സഹായം സൃഷ്ടികളെ കൈകളിൽ നടപ്പാക്കൽ പതിവില്ലാത്ത കാര്യമാണെങ്കിൽ, കത്വലബിൽ ഹിദായത്ത് ആവശ്യപ്പെടും പോലെ, വശിഫാഇൽ മറദി രോഗശമനത്തിന് ആവശ്യപ്പെടുന്നതുപോലെ, ദുനിയാവിലെയും ആഖിറത്തിലെയും ഖൈറുകൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി തേടുന്നത് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ സഅല റബ്ബഹു, തന്റെ റബ്ബിനോട് അവൻ തേടേണ്ടത്, അതൊരിക്കലും സൃഷ്ടികളോടല്ല എന്ന് നബവി ഇമാം റഹിമഹുല്ലാഹ് കൃത്യമായി വിശദീകരിക്കുന്നു. ധാരാളം പണ്ഡിതന്മാർ ആ നിലക്കുള്ള വിശദീകരണങ്ങളെ ഈ രംഗത്ത് നിർവഹിച്ചതായി നമുക്ക് കാണാനും സാധിക്കും. അതൊക്കെ അടിസ്ഥാനമാക്കി മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പഠിപ്പിച്ചു. ഈ നിലക്ക് സൃഷ്ടികളെ കരങ്ങളാൽ നടപ്പാകൽ പതിവില്ലാത്ത കാര്യങ്ങൾ, അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ, അഭൗതിക മാർഗത്തിലുള്ള കാര്യങ്ങൾ, അദൃശ്യ മാർഗത്തിലെ കാര്യങ്ങൾ റഹ്മാനായ റബ്ബിനോട് മാത്രമേ ചോദിക്കാവൂ. അത് റബ്ബല്ലാത്ത റബ്ബിന്റെ സൃഷ്ടികളിൽപ്പെട്ട ഏത് സൃഷ്ടിയോട് ചോദിച്ചാലും
അത് റബ്ബിലേക്ക് പോകേണ്ട ചോദ്യം റബ്ബല്ലാത്തതിലേക്ക് പോകലായി മാറി. അതുകൊണ്ട് അത് ശിർക്കായി മാറും എന്ന് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു. അതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായമർത്ഥിക്കുന്നു. ആ സഹായാർത്ഥന റഹ്മാനായ റബ്ബിനോട് മാത്രം, നിന്നോട് മാത്രം സഹായമർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതു സഹായാർത്ഥനയാണോ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, ആ സഹായാർത്ഥന അത് റഹ്മാനായ റബ്ബിനോട് മാത്രമേ പാടുള്ളൂ, റബ്ബല്ലാത്ത ഒരാളോടും പാടില്ല. അത് ഇൻസിനോടും പാടില്ല,